ഗരീബ്നാഥ് എക്സ്പ്രസ് 12-201 നമ്മുടെ കൊച്ചുവേളിയിൽ നിന്നും ലോക്മാനപുരത്തിൽ നിന്നും നമ്മുടെ കൊച്ചുവേളി വരെ പോകുന്ന ഗരീബ്നാഥ് എക്സ്പ്രസ് 12-221 ഇന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്നത് മംഗളൂരു ജംഗ്ഷനിൽ നിന്നും നമ്മുടെ എറണാകുളം സെൻട്രൽ വരെയാണ്. എൻ്റെ സീറ്റ് നമ്പർ 79 ഇവിടെ റീഡിംഗ് ലൈറ്റ് ഉണ്ട്, പിന്നെ ചാർജിങ് പോയിൻ്റ് ഉണ്ട്. ഇവിടെ ഒരു ഫോൺ ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ സീറ്റാണിത്. നമുക്കൊരു പുതപ്പ് കിട്ടും, തലയണ മുതലായ ഫെസിലിറ്റീസും ഉണ്ട്. സീറ്റ് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്ത ന്യൂ ട്രെയിനാണ്. നമ്മുടെ ഗരീബ്നാഥ് എക്സ്പ്രസ് മുന്നേ പച്ച കളറിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ട്രെയിനിൽ കുറേ കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് ട്രാവലേഴ്സ് കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷമാണ് ന്യൂ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് റെഡ് കളറാണ്, നമ്മുടെ പഴയ പച്ച കളറുള്ള ട്രെയിനല്ല. ഇത് കുറച്ചും കൂടി കമ്പാർട്ട്മെൻറ്റൊക്കെ കൂട്ടിയിട്ടുണ്ട്, അവർ ചേർക്കാറ് 3 ആക്കിയിട്ടുണ്ട്. അതുപോലെ AC കമ്പാർട്ട്മെൻറ്റും എണ്ണം കൂട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാനിപ്പോൾ ട്രാവൽ ചെയ്ത് G14 ആണ്. അത് 14 സ്ലീപ്പർ കോച്ചും 3 ഷെയർക്കാറും ഉൾപ്പെടെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ലോക്മാനത്തിലേക്ക് പോകണമെങ്കിൽ ബുക്ക് ചെയ്യണം. ലോക്മാനത്തിൽ നിന്ന് കണ്ണൂരേക്കോ കോഴിക്കോടേക്കോ കൊച്ചുവേളിയിലേക്കോ യാത്ര ചെയ്യണമെങ്കിൽ ട്രെയിൻ ബുക്ക് ചെയ്താൽ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇതിന് ടിക്കറ്റ് ചാർജും വളരെ കുറവാണ്. മംഗളൂർ ജംഗ്ഷനിൽ നിന്ന് എറണാകുളത്തേക്ക് AC ചേർക്കാൻ വന്നിരിക്കുന്നത് 560 മാത്രമാണ്. ഈ റേറ്റിന് മറ്റൊരു ട്രെയിൻ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ മലേഷ്യ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ 1 ഫസ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് മംഗളൂരു ജംഗ്ഷനിൽ നിന്ന്. മംഗളൂരു ജംഗ്ഷൻ ടു കൊച്ചി നമ്മുടെ എറണാകുളം ജംഗ്ഷനിലേക്കാണ് ഇതിൻ്റെ ഫസ്റ്റ് നമ്മുടെ ഡേ 1 ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഫ്ലൈറ്റ് വരുന്നത് 11:55 കൊച്ചി ടു കോലാലംപൂരാണ്. അപ്പോൾ കോലാലംപൂരിലെ മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഇതിനെ ഗരീബ്നാഥ് എക്സ്പ്രസിനെ കുറിച്ചുള്ളൊരു ഷോർട്ട് വീഡിയോ എൻ്റെ ഈ മലേഷ്യ ട്രിപ്പിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിൻ്റായ മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതിനെക്കുറിച്ചുള്ളൊരു ചെറു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചെറിയ കൊച്ചു ബ്ലോഗ് ഇവിടെ നിർത്തുകയാണ്.